സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തനത് ഫണ്ടിൽ നിന്നും പ്രഖ്യാപിച്ച അധിക ഓണറേറിയം നൽകുന്നതിന് അനുമതി നിഷേധിച്ച് ജില്ലാ പ്ലാനിംഗ് കമ്മീഷൻ. തുച്ഛമായ വേതനത്തിൽ രാപ്പകലില്ലാതെ ജോലി നോക്കുന്ന ആശമാർക്ക് സഹായഹസ്തമായിട്ടായിരുന്നു പഞ്ചായത്തുകളുടെ ബജറ്റിലുള്ള പ്രഖ്യാപനം. എന്നാൽ വർദ്ധിപ്പിച്ച തുക നൽകാൻ പ്ലാനിംഗ് കമ്മീഷന്റെ അനുമതി തേടി മാസങ്ങൾ കഴിഞ്ഞിട്ടും നടപടി ഉണ്ടായിട്ടില്ല. പിണറായി സർക്കാരിന്റെ ആശമാരോടുള്ള പ്രതികാരമാണ് ഇതിന് പിന്നിലെന്നാണ് ആക്ഷേപം. അതേസമയം ആശമാർക്ക് വർദ്ധിപ്പിച്ച ഓണറേറിയം നൽകാൻ നിയമ നടപടികൾ സ്വീകരിക്കാനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നീക്കം. പിണറായി വിജയൻ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി സമാനതകളില്ലാത്ത പോരാട്ടമാണ് സംസ്ഥാനത്ത് ആശാ വർക്കർമാർ നടത്തുന്നത്. ചെയ്യുന്ന തൊഴിലിന് മാന്യമായ വേതനമെന്നുള്ള ഇവരുടെ ആവശ്യത്തിന് സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നും വലിയ പിന്തുണയും ലഭിച്ചു. പക്ഷേ സർക്കാർ മാത്രം തിരിഞ്ഞു നോക്കിയില്ല. ഇതോടെയാണ് ചില നഗരസഭകളും പഞ്ചായത്തുകളും ആശാ വർക്കർമാർക്ക് ഓണറേറിയം തനത് ഫണ്ടിൽ നിന്നും വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം എടുത്തത്. ഈ പ്രഖ്യാപനമെടുത്തത് സർക്കാരിന് വലിയ തിരിച്ചടിയായി. ഇതോടെ അധികമായി വർദ്ധിപ്പിച്ച ഓണറേറിയം നൽകാതിരിക്കാനുള്ള തന്ത്രങ്ങൾ പയറ്റുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ. കഴിഞ്ഞ ബഡ്ജറ്റിലാണ് ആശാ വർക്കർമാർക്ക് അധിക വേതനമായി 7,000 രൂപ നൽകുന്നതിന് ബഡ്ജറ്റിൽ വകയിരുത്തിയത്. BJP ഭരിക്കുന്ന മുത്തോലി ഗ്രാമപഞ്ചായത്തിലാണ് കേരളത്തിലെ ഏറ്റവും അധികം തുക അധിക വേതനം വകയിരുത്തിയിരിക്കുന്നത്. അത് ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിക്ക് പ്രൊജക്റ്റായിട്ട് പോവുകയും അവർ റിജക്റ്റ് ചെയ്യും. അതിനുശേഷം ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റിക്ക് നമ്മളിപ്പോൾ അപ്പീൽ പോയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവർക്ക് അർഹതപ്പെട്ട പൈസയാണ് ഈ അധിക വേതനം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് അവരുടെ കൈകളിൽ എത്തേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ്. എന്നാൽ ഇതിനെതിരെ നിയമവഴി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഈ തുക അവരുടെ കയ്യിൽ എത്തുന്നിടം വരെ അങ്ങേയറ്റം വരെ നമ്മൾ നിയമപരമായ നടപടികളുമായി മുമ്പോട്ട് പോകും. വളരെ ക്രൂരമായ ഒരു കാര്യമാണ് ആശാ വർക്കർമാർക്ക് ഈ അധിക വേതനം നൽകാത്തത്. ഇത് ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റിക്ക് നൽകിയിട്ടും ഇതുവരെ ഒരു തീരുമാനം ആയിട്ടില്ല. ഇവർക്ക് ഈ കൈകളിൽ പണം എത്തിക്കുന്നിടം വരെ മുത്തോലി ഗ്രാമപഞ്ചായത്ത് നിയമപരമായിട്ട് തന്നെ മുമ്പോട്ട് പോകും. സർക്കാരോ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നില്ല. അതിന് മനസ്സു കാണിച്ച തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മേൽ എന്തിനാണ് ഇങ്ങനെ കുരുക്കിടുന്നതെന്നാണ് ഉയരുന്ന ചോദ്യം. അരുൺ കൊടുങ്ങൂർ, ജനം, കൊച്ചി.